Next, ഒരു theorem. F and G are real valued functions such that f of g is defined at C. If g is continuous at C and if f is continuous at GC, then f of g is continuous at C. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൽ പറയുന്നത് എഫും ജിയും രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണെങ്കിൽ എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ബൈ ജി, എഫ് ഇൻറ്റു ജി ഇവർ 4 പേരും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇതിവിടെ പറയുന്നത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് കോമ്പോസിഷൻ. രണ്ട് ഫംഗ്ഷന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് ജി എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ആയിരിക്കും ഇഫ് എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. നമുക്ക് അതിന്റെ കൂടെ തന്നെ 5ാമതായി എഴുതാം എഫ് ഓഫ് ജി എസ് കണ്ടിന്യൂസ്. അപ്പൊ ആ ഒരു ഓൾജിബ്രായിക് വേ അല്ലാത്തത് കൊണ്ട്, ഓൾജിബ്ര ഓഫ് എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പറേഷൻസ് അങ്ങനെ ഓപ്പറേഷൻസ് ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പ്രത്യേക തിയറമായിട്ട് പറയുന്നു എഫ് ഓഫ് ജി എസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ അറ്റ് സി. അപ്പൊ ഈ ഒരു അറ്റ് സി എന്ന് പറഞ്ഞ സി എന്ന പോയിന്റിൽ കണ്ടിന്യൂറ്റിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ജനറലായിട്ട് നമുക്ക് പറയാം എഫും ജിയും കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണെങ്കിൽ എഫ് ഓഫ് ജിയും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. എക്സാമ്പിൾ സൈൻ എക്സ് സ്ക്വയർ. സൈൻ എക്സ് സ്ക്വയർ കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കിതിനെ രണ്ട് ഫംഗ്ഷൻ ആക്കി കൺസിഡർ ചെയ്തുകൊണ്ട് എഫ് ഓഫ് ജി ആക്കി എടുക്കാം. അപ്പൊ ഇവിടെ ഇത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ആ വേയിൽ, അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എസ് ഈക്വൽ ടു എഫ് ഓഫ് എ. അങ്ങനെ ഒരു വേയിൽ നമുക്കത് പ്രൂവ് ചെയ്യാം. അല്ലാതെ തന്നെ നമുക്ക് ഇവിടെ പർട്ടിക്കുലർ പോയിന്റ് പറയുന്നില്ല. ഈ സൈൻ എക്സ് സ്ക്വയർ കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചാൽ, പർട്ടിക്കുലർ പോയിന്റ് പറയാതെ കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു രീതി എടുക്കാം. ദാറ്റ് ഈസ് രണ്ട് ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യാം. ലെറ്റ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്, അതുപോലെ ജി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം അല്ലെ. സൈൻ എക്സും കണ്ടിന്യൂസ് ആണ്, എക്സ് സ്ക്വയറും കണ്ടിന്യൂസ് ആണ്. കാര്യം എന്താണ്? സൈൻ എക്സ് കണ്ടിന്യൂസ് ആണ്. സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ അകത്ത് വരുന്നതാണ് സൈൻ എക്സ്. എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. നമ്മൾ ഇനി നോക്കുന്നുണ്ട്, ആ പ്രോബ്ലം ആയിട്ട് ചെയ്യുന്നുണ്ട്. സൈൻ എക്സ് എന്തായാലും കണ്ടിന്യൂസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം സൈൻ എക്സിന്റെ ഗ്രാഫ് കണ്ടാലും അറിയാം അത് കണ്ടിന്യൂസ് ആണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ തുടക്കത്തിൽ അതായിരുന്നു നോക്കിയിരുന്നത്. അടുത്തത് ജി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എറ്റ് എനി പോയിന്റ്. കാര്യം എന്താ? ഇറ്റ് ഇസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലെ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അതുകൊണ്ട് അതും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് ജിയും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ നമുക്ക് റീസൺ എഴുതണം. സിൻസ് എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് implies, അല്ലെങ്കിൽ സിൻസ് എഴുതിക്കൊണ്ട് വേണ്ട, സിൻസ് എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്, എഫ് ഓഫ് ജി ഓൾസോ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എഫ് ഓഫ് ജിയും എന്തായിരിക്കും? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. നമ്മൾ ഈ തിയറം ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഈ തിയറത്തിന്റെ പ്രൂഫ് പഠിക്കാനില്ല, തിയറത്തിന്റെ ഒരു എക്സാമ്പിൾ ആക്കി എഴുതുന്നേ ഉള്ളൂ. എക്സാമ്പിൾ ആയി എഴുതി തുടങ്ങാം. സൈൻ എക്സ് സ്ക്വയർ എന്നിട്ട് ഇതേപോലെ എഫ് ഓഫ് ജി ഈസ് ഓൾസോ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എഫ് ഓഫ് ജി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ആയതുകൊണ്ട് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്തായിരിക്കും? ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പൊ ആ ഫംഗ്ഷൻ എന്താണെന്നൂടെ നോക്കണം. എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു, എഫ് ഓഫ് ജി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി എക്സിന് പകരം എന്തെഴുതാം? എക്സ് സ്ക്വയർ അല്ലെ. ജി എക്സിന് പകരം നമുക്ക് കിട്ടിയത് എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ എക്സ് സ്ക്വയർ ആയിരിക്കും. അപ്പൊ സൈൻ എക്സ് സ്ക്വയർ ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യനിൽ ഇതുപോലെ എഫ് എക്സ് സൈൻ എക്സ് സ്ക്വയർ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഫംഗ്ഷൻ ആക്കി എഴുതിയതിനു ശേഷം അത് രണ്ടും സെപ്പറേറ്റ്ലി കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് ഓഫ് ജിയും കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സൈൻ എക്സ് സ്ക്വയറിനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആക്കി പ്രൂവ് ചെയ്യാം. അടുത്തത് എക്സസൈസ് 5.1ലെ 20th ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇസ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് സൈൻ എക്സ് പ്ലസ് 5 ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു പൈ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു പൈ എന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത കണക്ക്, നമ്മൾ നേരത്തെ ചെയ്തത് തിയറം പറയുന്നത് എഫ് ഓഫ് ജി, എഫിന്റെയും ജിയുടെയും കോമ്പോസിറ്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇവിടെ കോമ്പോസിറ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ രണ്ട് ഫംഗ്ഷൻ ആക്കി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ
+5 എന്നുള്ള ഒരു ഫംഗ്ഷനും sin x എന്ന രണ്ടാമത്തെ ഫംഗ്ഷനും. അപ്പൊ രണ്ട് ഫംഗ്ഷനാക്കി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടിന്റെയും മൈനസ് അല്ലെ, എഫ് ഓഫ് വേറൊരു ഫംഗ്ഷൻ എഫ് എക്സ് ആണ് ഈ മൊത്തം ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. നമുക്കൊരു ജി എക്സ് എന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് x² +5 ആക്കിയും, അതുപോലെ hx എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ sin x ആക്കിയും ഡിഫൈൻ ചെയ്താൽ എങ്ങനെ എഴുതാം? gx - hx എന്ന് എഴുതാം എഫ് എക്സിനെ അല്ലെ. അപ്പൊ gx - fx എന്ന് എഴുതാം. അപ്പൊ രണ്ട് ഫംഗ്ഷനെ gx പ്രത്യേകം നോക്കുവാണെങ്കിൽ ഇത് രണ്ടും ഓരോ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. hxും കണ്ടിന്യൂസ് ആണ്, sin x എന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, അതുപോലെ x² +5 എന്ന ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. ഇതൊരു പോളിനോമിയൽ ആയതുകൊണ്ട്. അപ്പം ഇതേ മൈനസ് അത് രണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ മൈനസ്, അതിന്റെ പ്ലസ്, അതിന്റെ പ്രോഡക്റ്റ് എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ രണ്ട് സ്പ്ലിറ്റ് ആക്കിയതിനു ശേഷം നമുക്ക് ഡയറക്റ്റ് പറയാം, ഒരു കാൽക്കുലേഷനും വേണ്ട, എഫ് എക്സ് ഈസ് continuous at x is equal to pi any point എന്ന് പറയാം. x is equal to pi എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട് at x is equal to pi. അതുപോലെ തന്നെയാണ് 21ാമത്തെ ക്വസ്റ്റ്യനും. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് sin x plus cos x, sin x minus cos x, sin x into cos x. ഈ ഓരോരോ പ്രത്യേകം ഫംഗ്ഷൻ sin x ഉം അതുപോലെ പ്രത്യേകം cos x ഉം രണ്ടും പ്രത്യേകിച്ച് എടുക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് ആണ്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും കൂടി പ്ലസ് എന്ന് പറയുന്നത്, അഡിഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും, സബ്ട്രാക്ഷൻ ചെയ്യുന്നത്, ഡിഫറൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും, പ്രോഡക്റ്റും കണ്ടിന്യൂസ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ തിയറം വെച്ച് പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് തന്നെ പറയാം, since sin x and cos x are continuous functions, their addition is continuous, or their difference is continuous, and the multiplicative product is continuous. Next question, discuss the continuity of the cosine, cosecant, secant and cotangent functions. അപ്പോൾ നമ്മളിത് പഠിച്ചത് സൈൻ അതുപോലെ ടാനും കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണെന്ന് പഠിച്ചു. ഇനി കൊസൈൻ ഫംഗ്ഷൻ, ബാക്കിയുള്ള 4 ട്രിഗണോമെട്രിക് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാണ്. അതായത് കണ്ടിന്യൂസ് ആണത്. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യുന്ന പോയിന്റിൽ അത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കൊസൈൻ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. കൊസൈൻ ഫംഗ്ഷന്റെ ഗ്രാഫ് അറിയാം, അത് വരയ്ക്കുമ്പോഴേ അത് ഗ്രാഫിക്കലായിട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അത് കണ്ടിന്യൂസ് ആണ്. അതുപോലെ കൊസീക്കൻ ഫംഗ്ഷൻ കൊസീക്ക് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ കൊസീക്ക് എക്സ് ഇസ് ഈക്വൽ ടു 1/sin x ആണ് അല്ലെ. 1/sin x ആണ് ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ 1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, അത് കണ്ടിന്യൂസ് ആണ്. sin x എന്ന് പറയുന്നത് ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, അത് sin x കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം. അപ്പൊ രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് കൊസീക് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു ചോദ്യം വരാം, ഈ താഴെ ഒരു ഡിനോമിനേറ്റർ പോർഷൻ എപ്പോഴും വരുമ്പോഴും ഒരു ചോദ്യം, ഒരു കണ്ടീഷനും കൂടെ കാണണം അല്ലെ. എന്തായിരുന്നത്? sin x എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവരുത്, ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകരുത്. 0 ആയാൽ ഈ ഫംഗ്ഷൻ ഇല്ല. അപ്പൊ ഫംഗ്ഷൻ കൊസീക് എക്സ് ഡിഫൈൻ ചെയ്യുമ്പോഴേ പറയുന്നുണ്ട് sin x ഒരിക്കലും 0 ആവരുത്, അതായത് എക്സിന് അത്തരം വാല്യൂസ് ഒന്നും കൊടുക്കരുത്. sin x എപ്പോഴൊക്കെയാണ് 0 ആവുന്നത്? എക്സിന് nπ എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ, എന്നിന്റെ വാല്യൂ മാറി വരാം. അപ്പൊ nπ എന്ന വാല്യൂ വരുമ്പോഴാണ്, n ഈസ് എൻ ഇൻഡിജർ എന്നൊക്കെ ഫസ്റ്റ് ഇയർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ പഠിച്ചതാണ്. nπ എന്ന വാല്യൂ കൊടുക്കുമ്പോഴാണ് sin x-ന് 0 ആവുന്നത് അല്ലെ. sin x എന്ന വാല്യൂ 0 ആകുന്നത്, കൊസീക് എക്സ് ഇല്ലാതെ വരുന്നത്. പക്ഷെ നമ്മൾ കൊസീക് എക്സ് ഡിഫൈൻ ചെയ്യുന്നു, കൊസീക് എക്സ് അവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴൊക്കെ അതിന്റെ കൂടെ അണ്ടർസ്റ്റുഡ് ആണ് എക്സ് ഒരിക്കലും nπ ആകരുത്. അപ്പം nπ ആകരുത് എന്നുള്ളത് കൊസീക് എക്സിന്റെ ഡെഫിനിഷനിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ നമുക്കത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പൊ കൊസീക് എക്സ് ഈസ് continuous function whenever it is defined, wherever it is defined. എവിടെയൊക്കെ കൊസീക് എക്സ് ഡിഫൈൻ ചെയ്യുന്നു അവിടെയൊക്കെ കൊസീക് എക്സ് എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ. അതുപോലെ അടുത്തത് സീക്കിന്റെ കാര്യം നമുക്ക് പറയാം. സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു 1/cos x. 1/cos x. എക്സ് എന്തായി കൂടാ? എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 2n + 1 into π/2. അപ്പൊ അതൊഴിച്ച് ബാക്കി എല്ലാ വാല്യൂസും ആകാം. അപ്പൊ ആ ഒരു ഫീൽഡിൽ മാത്രമേ, ഇതൊഴിച്ചുള്ള ഈ ഒരു നമ്പർ വരാത്ത ഫീൽഡുകളിൽ മാത്രമേ സീക്ക് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. സീക്ക് എക്സ് എവിടെയൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഇത് കണ്ടിന്യൂസ് ആണ്. സീക്ക് എക്സ് കണ്ടിന്യൂസ് ആണ്. 1 is a continuous function, cos is a continuous function, and cos x not equal to 0
as x not equal to 2n plus 1 into pi by 2. അടുത്തത് cotangent, that is cot function. കോട്ട് നമുക്ക് ഇതുപോലെ എഴുതാം, cos by sin അല്ലെ, cos x by sin x. അവിടെയും ഈ sin xന്റെ കേസ് കോസും സൈനും പ്രത്യേകിച്ച് എടുക്കുകയാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, രണ്ടും കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. cos x by sin x കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, വേർ sin x നോട്ട് ഈക്വൽ ടു 0. sin x നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ x നോട്ട് ഈക്വൽ ടു n പൈ. അപ്പൊ എക്സ് നോട്ട് ഈക്വൽ ടു എൻ പൈ വെച്ചിട്ടാണ് കോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, കോട്ട് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കോട്ട് എക്സ് എവിടെയൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് പറയാം ഓൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ്സ് wherever defined. ഇപ്പൊ ഈ പോയിന്റുകളിൽ ഇത് കണ്ടിന്യൂസ് അല്ല. എക്സ് എൻ പൈ ആണെങ്കിൽ അവിടെ കോട്ടെക്സ് ഇല്ല എന്ന് തന്നെ പറയാം, കോട്ടെക്സ് ഇല്ല. അപ്പൊ കോട്ടെക്സ് ഇല്ലാത്ത കേസിൽ അതിനെ പറ്റി പറയേണ്ട കാര്യമില്ല. അപ്പൊ എവിടെയൊക്കെ ഡിഫൈൻഡ് ആണോ അവിടെയൊക്കെ ഇത് കണ്ടിന്യൂസ് ആണ്. അപ്പൊ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പം കൊസൈൻ എക്സ് കോസ് എക്സ് കണ്ടിന്യൂസ് ആയത് എങ്ങനെ എന്ന റീസൺ എഴുതുമ്പോൾ cos x is a continuous function as we can draw the graph without lifting the pen from the paper. ഗ്രാഫിക്കലായിട്ട് നമ്മൾ പറയാണ്, അത് നമുക്ക് അത് വരയ്ക്കാൻ പറ്റും വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ പെൻ ഫ്രം ദ പേപ്പർ. cosec x എഴുതേണ്ടത് എങ്ങനെയാണ്? cosec x is equal to 1 by sin x. 1 is a continuous function. മുകളിലുള്ള ന്യൂമറേറ്റർ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, ഡിനോമിനേറ്ററും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ന്യൂമറേറ്റർ എങ്ങനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയി? ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്, ആസ് ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. സൈൻ എക്സ് കണ്ടിന്യൂസ് ആണ് നമുക്ക് അറിയാം. അപ്പം രണ്ട് ഫംഗ്ഷൻ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററും കണ്ടിന്യൂസ് ആകുമ്പോൾ അത് ഡിവൈഡഡ് ബൈ, നമ്മൾ ഓൾജിബ്ര പഠിച്ചാണ്, എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ബൈ ജി കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെ ഇത് കൊസീക് എക്സ് കണ്ടിന്യൂസ് ആയി. പക്ഷെ അതിന്റെ കൂടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, താഴത്തെ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവാൻ പാടില്ല. അത് ആ കണ്ടീഷനാണ് നമ്മൾ എഴുതിയത്. അതായത് കൊസീക് എക്സ് ഇസ് ഡിഫൈൻഡ് അറ്റ് ആർ മൈനസ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ വരുന്ന കേസുകളിൽ അത് ഒഴിച്ചു നിർത്തുന്നു, റിയൽ നമ്പറിൽ നിന്നും അത് മൈനസ് ചെയ്ത് മാറ്റുന്നു, എൻ പൈ വരുന്ന കേസുകൾ. അങ്ങനെ എൻ പൈ വരുന്ന കേസുകൾ മാറ്റി നിർത്തിയിടത്താണ് കൊസീക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കൊസീക് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ wherever it is defined. എവിടെയൊക്കെ ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇതുപോലെ നമുക്ക് സീക്കും കോട്ടാൻജന്റും കോട്ടും എഴുതാൻ പറ്റും. അങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സീക്ക് എഴുതുമ്പോൾ 1 by കോസ് ആണ്. കോസിന്റെ ഒഴിച്ചു നിർത്തുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു, അവിടുത്തെ പോയിന്റ് നോട്ട് ചെയ്തോളുക, എക്സ് ഇസ് ഈക്വൽ ടു 2n plus 1 into pi by 2. അപ്പൊ ഇത് ഈ ഒരു വ്യത്യാസം മാത്രം വരുത്തിയാൽ മതി. സീക്ക് വരുമ്പോൾ താഴെ കോസ് വരുമ്പോൾ we find all the points of discontinuity of f where fx is equal to sin x by x if x less than 0, x plus 1 if x greater than or equal to 0. ഇത്തരം ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തതാണ്, എവിടെയൊക്കെയാണ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി എവിടെയൊക്കെയാണെന്ന് പറയുമ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള കണ്ടീഷൻസ് എല്ലാം പറയണം അല്ലെ. ഇഫ് എക്സ് ലെസ് ദാൻ 0 ആകുന്ന കേസ്, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുന്ന കേസ്, ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുന്ന കേസ്. ഇസ് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ മാത്രം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എടുക്കുന്നു, എഫ് എ എടുക്കുന്നു. എഫ് ഓഫ് 0 ആണ് ഇവിടെ, എയുടെ വാല്യൂ 0. അപ്പൊ നമുക്കിത് നോക്കാം. എക്സ് ലെസ് ദാൻ 0 ഉള്ള കേസിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ ഇതാണ്, സൈൻ എക്സ് ബൈ എക്സ്. അപ്പൊ സൈൻ എക്സ് എന്ന് പറയുന്ന പ്രത്യേകിച്ച് എടുത്താൽ അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, എക്സ് മാത്രം എടുത്താലും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഡിവൈഡ് ചെയ്യുന്നത്, അതായത് എഫും ജിയും രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ബൈ ജി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ഇതെല്ലാം റീസൺ എല്ലാം നമ്മുടെ നോട്ട്സിൽ എഴുതണം. എഫ് ബൈ ജി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. അത് ജി ഒരിക്കലും 0 ആവില്ല അല്ലെ, എക്സ് ലെസ് ദാൻ 0 എന്നുള്ള കണ്ടീഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം സൈൻ എക്സ് ബൈ എക്സ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, എഫ് ബൈ ജി ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. സോ സൈൻ എക്സ് ബൈ എക്സ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴോ, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എക്സ് പ്ലസ് 1 ആണ്. എക്സ് പ്ലസ് 1 ആയതുകൊണ്ട് അത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് എക്സ് ലെസ് ദാൻ 0യിലും കണ്ടിന്യൂസ്, എക്സ് ഗ്രേറ്റർ ദാൻ 0യിലും കണ്ടിന്യൂസ്. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആണോ എന്ന് പറയണം, അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഇസ് ഈക്വൽ ടു സംതിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് എഫ് ഓഫ് എ എന്ന് പറയുന്ന 3 കാര്യങ്ങളും ചെക്ക് ചെയ്യണം. ആ 3 ഈക്വൽ ആവുകയും വേണം. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ലെഫ്റ്റ് ലിമിറ്റ് നമുക്ക് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് എക്സ്. ഓക്കെ,
ലിമിറ്റ് എക്സ് ടെൻസ് ടു ഈ മൈനസ് അങ്ങ് മാറ്റുക, 0 കൊടുക്കുക. ഈ 0 മൈനസിൽ വരുമ്പോഴുള്ള എഫ് എക്സിൻ്റെ വാല്യൂ, 0യിൽ കുറയുമ്പോഴുള്ള എഫ് എക്സിൻ്റെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ 0യിൽ കുറയുമ്പോഴുള്ള എഫ് എക്സിൻ്റെ വാല്യൂ ഇതാണ് സൈൻ എക്സ് ബൈ എക്സ്, സൈൻ എക്സ് ബൈ എക്സ്. അപ്പോൾ ഈ ഒരു ലിമിറ്റ് നമ്മൾ ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന പാഠത്തിൽ പഠിച്ചതാണ്. അത് ഓൾറെഡി പ്രൂവൻ ആണ്. പ്രൂവ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് ദിസ് ഇസ് ഈക്വൽ ടു ദിസ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു 1. നമ്മൾ എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ ഇൻഡിറ്റർമിനൻറ്റ് ഫോമാണ് കിട്ടുന്നത്, 0/0 എന്ന് പറയുന്ന ഒരു ഫോമാണ് കിട്ടുന്നത്. അപ്പോൾ അതിനെ നമുക്ക് പ്രൂവ്ഡ് റിസൾട്ടാണിത്. ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1 ആണെന്നുള്ളത്. അതുപോലെ തന്നെ റൈറ്റ് ലിമിറ്റും പറയാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് എക്സ് which is equal to limit x tends to 0. പ്ലസ് ആണ്, പ്ലസ് 0യേക്കാൾ കൂടുതലുള്ള എഫ് എക്സ്, എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുതലാകുമ്പോൾ ഈ ഒരു കേസ് വരും. അതിൻ്റെ എഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1. ഇനി ലിമിറ്റിന് എക്സിന് 0 കൊടുക്കാം, 0 + 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 1. അപ്പം നമുക്ക് രണ്ട് കേസ് 1 കിട്ടി. ഇനി ഒന്നും കൂടിയുണ്ട്, എഫ് ഓഫ് 0 എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോഴുള്ള കേസ് എന്ന് പറയുമ്പോൾ എന്താണ്ട് ഇതാണ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ എക്സ് പ്ലസ് 1 ആണ് ആൻസർ. എക്സിന് പകരം 0 കൊടുക്കാം, 0 + 1 വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഈക്വലായി, ദറ്റ് ഇസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഇസ് ഈക്വൽ ടു എന്നുള്ള സിമ്പൽ ഇവിടെ ആയിരുന്നു വന്നിരുന്നതെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയില്ലായിരുന്നു. കാര്യം നമുക്ക് എഫ് ഓഫ് 0 എന്ന മൂന്നാമത്തെ പോയിന്റ് എടുക്കുമ്പോഴത്തേക്കും എഫ് ഓഫ് 0 എന്ത് വരും, സൈൻ എക്സ് ബൈ എക്സ്, സൈൻ 0/0. അങ്ങനെ അവിടെ ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എഫ് ഓഫ് 0ക്ക് വാല്യൂ വരുന്നില്ല. അപ്പോൾ ആ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പോൾ ആ വാല്യൂ വരുന്നില്ല. അങ്ങനെയുള്ള ഡിസ്കണ്ടിന്യൂറ്റി നമ്മളിപ്പോൾ ഒരു പേര് പഠിച്ചിരുന്നു. കാര്യം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുകയും ഈക്വൽ ആവുകയും ചെയ്യുന്നു. അതായത് അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ആ പോയിന്റിൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റിയെ നമ്മൾ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നു. അപ്പോൾ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റിയുടെ മീനിങ് തന്നെ ഇതാണ്. ആ ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ബൈ റീഡിഫൈനിങ് ദ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഒരു ഈക്വൽ ടു സൈൻ ഇവിടെ വന്നിരുന്ന കേസാണ് ഇപ്പോൾ പറഞ്ഞത്. ആ ഈക്വൽ ടു സൈൻ അടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഡിസ്കണ്ടിന്യൂറ്റി എന്ത് ചെയ്യാൻ പറ്റി, റിമൂവ് ചെയ്യാൻ പറ്റി. നമുക്കത് ഫംഗ്ഷനെ കണ്ടിന്യൂസ് ആക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷനെ പറയുന്ന പേരാണ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കേസല്ല, നമ്മൾ ഓൾറെഡി കണ്ടിന്യൂസ് ആണ്. ഇവിടെയാണ് ഈക്വൽ ടു സൈൻ വന്നത്. ആ ഒരു ഫംഗ്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എക്സിന് 0 കൊടുക്കുമ്പോൾ. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0. സോ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ആ കേസ് മൊത്തം ചെക്ക് ചെയ്തു. എക്സ് ലെസ് ദാൻ 0യുടെ കേസ് ചെക്ക് ചെയ്തു, കണ്ടിന്യൂസ് എന്ന് കിട്ടി. എക്സ് ഗ്രേറ്റർ ദാൻ 0യുടെ കേസ് ചെക്ക് ചെയ്തു, പോളിനോമിയൽ ആയതുകൊണ്ട് കണ്ടിന്യൂസ് എന്ന് കിട്ടി. അതുപോലെ എക്സ് ഇസ് ഈക്വൽ ടു 0യിലും കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ എക്സ് നോട്ട് ഈക്വൽ ടു 0യിൽ ഒരു വാല്യൂ, എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ വേറൊരു വാല്യൂ. ഈസ് ഇറ്റ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ? ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ പോയിന്റിലൊന്നും അല്ല നമ്മൾ ചോദിക്കുന്നത്. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഡിസ്കണ്ടിന്യൂറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തു വന്ന എങ്ങനെയായിരുന്നു, ഈ ഒരു കണ്ടീഷൻസ് നോക്കും അല്ലേ. ആ കണ്ടീഷൻസിൽ ഓരോ കണ്ടീഷൻ എടുത്തുമ്പോഴും നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടണം. എക്സ് നോട്ട് ഈക്വൽ ടു 0യിൽ ഇത് കണ്ടിന്യൂസ് ആണോ? x² ഇൻറ്റു സൈൻ 1/x. നമുക്കൊരു ജി എക്സ് എന്ന് പറഞ്ഞ് ഇതിനെ എടുക്കാം. ജി എക്സ് ഇസ് ഈക്വൽ ടു x² സൈൻ 1/x. ജി എക്സ് ഇസ് ഈക്വൽ ടു x² ഇൻറ്റു സൈൻ 1/x. അപ്പോൾ ഇതിനെ രണ്ട് ഫംഗ്ഷനാക്കി നമുക്ക് എടുക്കാം, x² ഇൻറ്റു സൈൻ 1/x. അപ്പോൾ ഇത് ഓരോന്നും കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇൻറ്റു ചെയ്തിരിക്കുന്നതും എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഇൻറ്റു ജിയും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇത് ഓരോന്നും കണ്ടിന്യൂസ് ആണെന്ന് പറയണം. അതായത് x² കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. എന്താ കാര്യം, അതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആണ്. സൈൻ 1/x കണ്ടിന്യൂസ് ആണോ? സൈൻ എക്സ് കണ്ടിന്യൂസ് ആണ് അല്ലേ. സൈൻ എക്സ് കണ്ടിന്യൂസ് ആണ്. അതുപോലെ 1/xും കണ്ടിന്യൂസ് ആണ്. 1/x കണ്ടിന്യൂസ് ആണ് എവിടെ ഒഴിച്ച്, except at x is equal to 0. അപ്പോൾ ഇവിടെ x is equal to 0 എന്നൊരു കേസ് വരുന്നില്ല. ഈ ഫസ്റ്റ് കേസാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. x not equal to 0യിലുള്ള കേസാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം sin x is continuous function and 1/x is
continuous function except at x is equal to 0. x is equal to 0 ആണെങ്കിൽ കണ്ടിന്യൂസ് അല്ല, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ സൈൻ എക്സും 1/x കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനൊരു കോമ്പോസിഷൻ ആയിട്ട് നമുക്ക് എടുക്കാം, which implies sin 1/x continuous. sin 1/x കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ നിന്നും ഇതും കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. അപ്പോൾ ഇതൊന്ന് ആദ്യം ബ്രാക്കറ്റിൽ എഴുതി വെച്ചതിന് ശേഷം let gx is equal to x square sin into 1/x. x square is a continuous function since it is a polynomial function, and sin 1/x is also a continuous function. Then the product of two continuous function is again a continuous function, so gx is continuous. ഇവിടെ ഒരു കണ്ടീഷനും കൂടെ, ഈ ഒരു കേസിൽ നമ്മളൊരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്, at x is not equal to 0. gx is continuous at x not equal to 0. അതുകൊണ്ടാണ് gx കണ്ടിന്യൂസ്. ഇനി at x is equal to 0, at x is equal to 0യിൽ ഇത് കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്യണം. x is equal to 0യിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇവയൊക്കെ എടുക്കണം. ഇവയൊക്കെ എടുക്കുമ്പോഴും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമ്മുടെ ഫംഗ്ഷൻ ഒരുപോലെയാണ് പോകുന്നത്. കാര്യം ഇവിടെ എക്സ് ലെസ് ദാൻ 0 എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നൊന്നും പറയുന്നില്ല. രണ്ട് ലിമിറ്റിൻ്റെ അകത്തും, അതായത് 0ൽ കുറയുമ്പോഴും 0ൽ കൂടുമ്പോഴും ഒറ്റ വാല്യൂ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ ലിമിറ്റ് ഒരുമിച്ച് തന്നെ എടുത്ത് പറയാം, അല്ലെങ്കിൽ രണ്ടാക്കി എഴുതാം. രണ്ടെല്ലാം ഒരേപോലെ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഞാനിവിടെ ഒരുമിച്ച് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ സൈൻ 1/x. ഇവിടെ ഫംഗ്ഷന് ഒറ്റ വാല്യൂ ഉള്ളത് കൊണ്ടാണ് ഇവിടെ മൈനസും പ്ലസും ഒന്നും എടുക്കാത്തത്. അങ്ങനെ എടുത്ത് ചെയ്താൽ രണ്ട് തവണ ഒരേപോലെ ചെയ്യണം എന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല, കറക്റ്റാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് എക്സ് എന്ത് കൊടുക്കും, എക്സ് സ്ക്വയർ സൈൻ 1/x. എക്സിൻ്റെ വാല്യൂ 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ, അതായത് എക്സിൻ്റെ വാല്യൂ 0 അല്ല, 0 ആണെങ്കിൽ കേസിൽ മാത്രമേ ഫംഗ്ഷൻ മാറുള്ളൂ. 0 ടെൻഡ് ചെയ്യുമ്പോൾ പ്ലസോ മൈനസോ വരാം. എക്സ് സ്ക്വയർ സൈൻ 1/x ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അറിയാം എക്സ് സ്ക്വയർ നമുക്ക് ഡയറക്റ്റ് വാല്യൂ കൊടുക്കുകയാണ്. വാല്യൂ കൊടുക്കുമ്പോൾ 0 സ്ക്വയർ ഇൻറ്റു സൈൻ 1/0. 1/0 എന്നൊരു ഇൻഡിറ്റർമിനൻറ്റ് ഫോം ആകും. പക്ഷേ സൈനിൻ്റെ വാല്യൂ എന്ത് വേണമെങ്കിലും കൊടുത്താലും, ഏത് ഫംഗ്ഷൻ ആംഗിൾ എടുത്തിട്ട് സൈൻ വാല്യൂ എടുത്താലും അതൊരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. അതിൻ്റെ വാല്യൂ -1നും +1നും ഇടയിലായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഈ ഒരു സ്റ്റെപ്പ് എഴുതണ്ട. എക്സ് 0 സ്ക്വയർ ഇൻറ്റു എ ഫൈനൈറ്റ് നമ്പർ, ദാറ്റ് ഈസ് സൈനൈറ്റ് വാല്യൂ ഈസ് ഓൾവേസ് എ ഫൈനൈറ്റ് വാല്യൂ. അപ്പോൾ 0 സ്ക്വയർ ഇൻറ്റു എ ഫൈനൈറ്റ് വാല്യൂ ദറ്റ് ഈസ് ഈക്വൽ ടു 0. നമുക്ക് 0 എന്നാണ് കിട്ടിയത്. അതുപോലെ എഫ് ഓഫ് 0 എന്ന ഫംഗ്ഷൻ ലിമിറ്റ് നമ്മൾ ഒരുമിച്ചാണ് എടുത്തത്. പ്ലസും മൈനസും പ്രത്യേകം എടുത്താൽ ഇത് 2 പ്രാവശ്യം എഴുതിയാൽ മതി, വേറെ വ്യത്യാസമൊന്നുമില്ല. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എത്രയായിരിക്കും, എഫ് ഓഫ് 0 ഫംഗ്ഷനിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 2 കേസ്, അതായത് 3 കേസ് ഇവിടെ വരും, ഇവിടെ 2 കേസ് ഉണ്ട്. എല്ലാ കേസിലും 0 ആണ് ആൻസർ. സോ ദ ലിമിറ്റ് എക്സിസ്റ്റ്, സോ ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. എല്ലാ കേസിലും 2 കേസിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സോ ദ ഫംഗ്ഷൻ എഫ് ഇസ് കണ്ടിന്യൂസ് എവ്രിവെയർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വെറുതെ പറഞ്ഞാൽ മതി. വെറുതെ പറയുന്നത് മീനിങ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ആയതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എവ്രിവെയർ ത്രൂ ഔട്ട് ദിസ് ഡൊമൈൻ. അടുത്ത ക്വസ്റ്റ്യനിലും ഇതേപോലെ തന്നെയാണ്, ഡീറ്റെയിൽഡ് ആൻസർ എഴുതുന്നില്ല. എക്സ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ -1, ദാറ്റ് ഈസ് എഫ് ഓഫ് 0 എന്നുള്ളതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1. എക്സ് നോട്ട് ഈക്വൽ ടു 0, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം, എഴുതി നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് മൈനസ് കോസ് എക്സ് വരും. ദാറ്റ് ഈസ് 0 കൊടുത്ത് നോക്കുകയാണെങ്കിൽ സൈൻ 0 മൈനസ് കോസ് 0, that is equal to 0 minus 1 which is equal to -1. അപ്പോൾ എല്ലാ കേസിലും നമുക്ക് മൈനസ് വേണമെന്നുള്ള ആൻസറാണ് വരുന്നത്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എവ്രിവെയർ എന്ന് കിട്ടും. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ സോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ ഇൻഡിക്കേറ്റഡ് പോയിന്റ്സ്. എഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് 2 എന്നുള്ള പോയിന്റിനെ വെച്ചാണ്. എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂ മാറുന്നത്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻഡിക്കേറ്റഡ് പോയിന്റ്സിൽ ഇത് കണ്ടിന്യൂസ് ആണ് എന്നാണ് പറയുന്നത്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഓൾറെഡി കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ നമ്മൾ നേരത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്, എയുടെയും ബിയുടെയും റിലേഷൻഷിപ്പ് ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് നമുക്ക് തന്നില്ല,
എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടില്ല എങ്കിൽ, അതായത് വെറുതെ എഫ് ഇസ് കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ എങ്കിലും നമുക്ക് ആ 2 എന്ന പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യല്ല, ഇവിടെ കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്യേണ്ടത്. കാര്യം 2 എന്ന പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് ഈ വാല്യൂ മാറുന്നത്. അപ്പോൾ നമ്മൾ ഈ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 തന്നിട്ടില്ല എങ്കിൽ പോലും, തന്നിട്ടില്ലാതെ എഫ് കണ്ടിന്യൂസ് എന്ന് മാത്രം പറഞ്ഞേക്കാം. എഫ് കണ്ടിന്യൂസ് എന്ന് മാത്രം പറഞ്ഞാൽ എഫ് കണ്ടിന്യൂസ് എവ്രിവെയർ എന്നാണ് മീനിങ്. എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ്, അപ്പോൾ നമുക്ക് എഴുതാം സിൻസ് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഈ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന പോയിന്റ് തന്നില്ലേ പോലും നമ്മൾ ആ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് എടുക്കണം. എക്സ് ഇസ് ഈക്വൽ ടു 2 നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 2. അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമുക്കെടുത്ത് ഇക്വേറ്റ് ചെയ്യാം. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിൽ ഒന്നിൽ കൂടുതൽ ഈക്വൽ ടു സൈൻ വരികയാണെങ്കിൽ രണ്ട് കാര്യങ്ങളെ നമുക്ക് ഒരു ഈക്വൽ ടു സൈൻ മാത്രമേ നമുക്കെടുത്ത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് എക്സ് എന്ന് എടുത്ത് നോക്കാം. 2 മൈനസ് എഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് എക്സിന് പകരം എന്ത് കൊടുക്കും, 2വിനേക്കാൾ കുറയുമ്പോൾ, എക്സിൻ്റെ വാല്യൂ 2വിനേക്കാൾ കുറയുമ്പോൾ, എക്സിൻ്റെ വാല്യൂ 2വിനേക്കാൾ കുറയുന്ന കേസ്, ഫസ്റ്റ് കേസ്, ദാറ്റ് ഈസ് കെ എക്സ് സ്ക്വയർ ആണ് അവിടുത്തെ ഫംഗ്ഷൻ്റെ വാല്യൂ. കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ റൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എന്നുള്ളത് എക്സിന് 2വിനേക്കാൾ കൂടുമ്പോൾ, എക്സിൻ്റെ വാല്യൂ 2വിനേക്കാൾ കൂടുമ്പോൾ ആണ് സെക്കൻഡ് കേസ്. അതിൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂ എസ് 3. ഈ ഒരെണ്ണം എടുക്കണ്ട, ഈ ഒരെണ്ണം ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വരും, അത് നമുക്ക് എടുക്കരുത്. കാര്യം 3 കാര്യങ്ങൾ ഈക്വൽ ആണെങ്കിൽ ഏതെങ്കിലും 2 കാര്യങ്ങൾ ഈക്വൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 കെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് കെ ഇൻറ്റു 2 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നും ഇല്ല, അപ്പോൾ 3. അപ്പോൾ കെ ഇൻറ്റു 2 സ്ക്വയർ ദാറ്റ് ഈസ് 4k ഇസ് ഈക്വൽ ടു 3, കെ ഇസ് ഈക്വൽ ടു 3/4. അപ്പോൾ കെയുടെ വാല്യൂ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിലാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കും. 4 മാർക്കിനൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആണിത്. കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, പക്ഷേ അത് അറിഞ്ഞിരിക്കണം. അറിഞ്ഞ് ആ അറിവിനാണ് മാർക്ക് കിട്ടുന്നത്. അതായത് ഇപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ, കണ്ടിന്യൂസ് അറ്റ് ദ ഡിസൈഡ് പോയിന്റ് ആണെങ്കിൽ ആ കണ്ടിന്യൂസ് പോയിന്റ് ബേസ് ചെയ്തുകൊണ്ട് ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ഫംഗ്ഷൻ ഇതാണ്, എഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ കോസ് എക്സ് ബൈ പൈ മൈനസ് 2x, എക്സ് നോട്ട് ഈക്വൽ ടു π/2, 3x ഈക്വൽ ടു π/2, അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു π/2. അപ്പോൾ ഈ ഒരു പോയിന്റ് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു π/2 വേണം എഴുതാൻ. സിൻസ് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു π/2, എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു π/2, എക്സ് ഇസ് ഈക്വൽ ടു π/2 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ല, ഇവിടെ π/2 മൈനസ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 പ്ലസ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് π/2. അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഒന്നുമില്ല. കാര്യം എക്സ് നോട്ട് ഈക്വൽ ടു π/2, എക്സ് ലെസ് ദാൻ 0 ആകുമ്പോഴും ലെസ് ദാൻ π/2 ആകുമ്പോഴും ഗ്രേറ്റർ ദാൻ π/2 ആകുമ്പോഴും ഒറ്റ ഒരു വാല്യൂയേ ഉള്ളൂ ഫംഗ്ഷന്. അതുകൊണ്ട് ഇവിടെ മൈനസും ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നമുക്ക് ഒന്നേ കിട്ടുള്ളൂ. ചെയ്ത് നോക്കിയാലും അപ്പോൾ നമുക്ക് ഈവനുമായിട്ട് എഫ് ഓഫ് π/2 ആയിട്ട് വേണം ഇക്വേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ലിമിറ്റ് ഒന്ന് കണ്ടുപിടിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 മൈനസ് എഫ് എക്സ്. ഈ π/2 മൈനസ് എഫ് എക്സ് തന്നെയാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2. ദാറ്റ് ഈസ് നെഗറ്റീവ്, മൈനസും പ്ലസും ഒന്നുമില്ല, അവിടെ ഒറ്റ വാല്യൂ ഉള്ളൂ. അപ്പം ആ വാല്യൂ നമുക്ക് എഴുതാം കെ കോസ് എക്സ് പൈ മൈനസ് 2x. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഒന്ന് സെപ്പറേറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് എഫ് ഓഫ് π/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഒന്ന് നോക്കാം. നമുക്ക് എക്സിന് പകരം π/2 മൈനസ് y കൊടുക്കാം. അപ്പം എക്സിന് പകരം π/2 മൈനസ് y കൊടുക്കുന്നു. എക്സ് ടെൻസ് ടു π/2 ആകുന്നു. എക്സ് ടെൻസ് ടു π/2 ആകുമ്പോൾ y ടെൻസ് ടു 0 ആകും ആസ് എക്സ് ടെൻസ് ടു π/2. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എല്ലാം മാറി വൈയിലേക്കാക്കി. ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 എന്നുള്ളതിന് പകരം y ടെൻസ് ടു 0 കൊടുക്കാം. y നമ്മൾ കൊടുത്താണ്, y ടെൻസ് ടു 0. y ടെൻസ് ടു 0, k അതുപോലെ ഇട്ടിരുന്നു. കോസ് എക്സിന്റെ വാല്യൂ എന്തുമാകും, π/2 മൈനസ് y എന്നാകും. അതുപോലെ താഴെയുള്ള π മൈനസ് 2 ഇൻറ്റു എക്സിന് പകരം π/2 മൈനസ് y,
π/2 മൈനസ് y. അപ്പം ഫംഗ്ഷൻ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കി എഴുതാം. ലിമിറ്റ് y ടെൻസ് ടു 0 k ഇൻറ്റു cos π/2 മൈനസ് y, cos 90 മൈനസ് y. cos 90 മൈനസ് y എന്ന് പറഞ്ഞാൽ sin y. ഓക്കെ, sin y ഡിനോമിനേറ്ററിൽ എന്ത് വരും? ഡിനോമിനേറ്ററിൽ വരുന്നത് ഡിവൈഡഡ് ബൈ പൈ മൈനസ് 2 ഇൻറ്റു π/2, ദാറ്റ് ഇസ് പൈ മൈനസ് 2 ഇൻറ്റു മൈനസ് y ഇസ് പ്ലസ് 2y. അപ്പോൾ ഈ പൈയും മൈനസ് പൈയും അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കിയുള്ളത് 2y ആയി. ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് y ടെൻസ് ടു 0 k ഇൻറ്റു സൈൻ y ബൈ 2y. അപ്പോൾ ഈ k/2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അതിങ്ങനെ പുറത്തെടുക്കാം. k/2 ഇൻറ്റു ലിമിറ്റ് y ടെൻസ് ടു 0 സൈൻ y ബൈ y. അപ്പോൾ ഈ ഇത്രയും ലിമിറ്റിന്റെ വാല്യൂ എത്രയായിരിക്കും? ആ ലിമിറ്റിന്റെ വാല്യൂ 1 ആയിരിക്കും അല്ലേ? ലിമിറ്റ് y ടെൻസ് ടു 0 k സൈൻ y ബൈ y, ദാറ്റ് ഇസ് k/2 ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു k/2. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് നമുക്ക് ഇങ്ങനെ കിട്ടി, അല്ലെങ്കിൽ റൈറ്റ് ലിമിറ്റ് ഇത് തന്നെ കിട്ടും. ലെഫ്റ്റ് ലിമിറ്റ് ഇത് കിട്ടി, ആ വാല്യൂ തന്നെ ആയിരിക്കും എന്ത്? f of π/2 എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് k/2 is equal to f of π/2 since it is continuous. നമ്മൾ ആദ്യം എഴുതിയതാണ്, since f is continuous. അപ്പം f of π/2ന്റെ വാല്യൂ എത്രയാണ് ഫംഗ്ഷനിൽ പറഞ്ഞേക്കുന്നത്? ദാറ്റ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ k യുടെ വാല്യൂ 2 ഇൻറ്റു 3 വിച്ച് ഇസ് ഈക്വൽ ടു 6. അടുത്ത ക്വസ്റ്റ്യൻ, ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് a ആൻഡ് b if f is a continuous function. അപ്പോൾ ഇവിടെ 3 വാല്യൂ ആണ് ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ 2ഉം 10ഉം എന്ന 2 വാല്യൂസ് വെച്ചിട്ടാണ് ഇത് ഡിഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയും ബിയും കണ്ടുപിടിക്കണം. എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് 2ഉം 10ഉം ആയിരിക്കും. അതായത് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2ലും ഫംഗ്ഷൻ കണ്ടിന്യൂസ്, അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 10ലും കണ്ടിന്യൂസ്. അപ്പോൾ ഈ രണ്ട് കേസിലെ ഇക്വേഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. കാര്യം നമുക്ക് 2 അൺനോൺസിന് വേണം, അല്ലെ? എയും ബിയും രണ്ടുപേരെ അറിയാൻ വയ്യ. 2 അൺനോൺസിന് വേണമെങ്കിൽ 2 ഇക്വേഷനുകളും വേണം. അതിനാണ് 2 രീതിയിലും നമ്മളിതിന് ആൻസർ ചെയ്തത്. അപ്പോൾ ആദ്യം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 നോക്കാം. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആകുമ്പോൾ നമുക്കറിയാം സിൻസ് എ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 അങ്ങനെ എഴുതണം. സിൻസ് ഫംഗ്ഷൻ എഫ് ഇസ് continuous at x is equal to 2. Limit, left limit അല്ലേ? Left limit x tends to 2 minus fx is equal to limit x tends to 2 plus fx is equal to f of 2. അപ്പോൾ നമുക്ക് എൻ്റെ ലിമിറ്റ്, ലെഫ്റ്റ് ലിമിറ്റ് എന്ന് എഴുതി നോക്കാം. ലിമിറ്റ് x tends to 2 minus fx എന്ന് പറഞ്ഞാൽ ലിമിറ്റ് x tends to 2, ഏത് എഫ് എക്സ് ആണ് എഴുതേണ്ടത്? 2 മൈനസ് എഫ് എക്സ്. എക്സിന്റെ വാല്യൂ 2ൽ ചെറുത്, എക്സിന്റെ വാല്യൂ 2ൽ ചെറുത് ഫസ്റ്റ് കണ്ടീഷൻ. 2ൽ ചെറുതായ വാല്യൂ ദാറ്റ് ഇസ് 5, എഫ് എക്സിന്റെ വാല്യൂ 5 ആണ്. ഇസ് ഈക്വൽ ടു, ഇനി റൈറ്റ് ലിമിറ്റ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, ഈ പ്ലസ് എഫ് എക്സ് ആവും എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 2ൽ കൂടുമ്പോൾ, എക്സിന്റെ വാല്യൂ 2ൽ കൂടുമ്പോഴുള്ള സെക്കൻഡ് കേസ് ആണ്. ദാറ്റ് ഇസ് എ എക്സ് പ്ലസ് ബി. ഫംഗ്ഷൻ ഈസ് എ എക്സ് പ്ലസ് ബി. ഈ മൂന്നാമത്തത് എഴുതേണ്ട ആവശ്യമില്ല, കാര്യം എഴുതിയാലും നമുക്ക് ആ 5 തന്നെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 3 ഇട്ട് ഇക്വേറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇത് 2 നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ഇതിന്റെ വാല്യൂ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 5 കോൺസ്റ്റന്റ് ആണ്. എക്സിന്റെ വാല്യൂ ഒന്നും കൊടുക്കാനില്ല, എക്സ് ഒന്നും ഇല്ല അല്ലെ ഫംഗ്ഷനിൽ. അപ്പോൾ അത് 5 തന്നെയാണ്. 5 is equal to, ഇവിടുത്തെ എന്താണ്? എക്സിന്റെ വാല്യൂ നമുക്ക് 2 കൊടുക്കാം. എക്സിന്റെ വാല്യൂ, ഈ ഒരു എക്സിന്റെ വാല്യൂ 2 കൊടുക്കുമ്പോൾ 2a പ്ലസ് ബി എന്ന് വരും. 2a പ്ലസ് ബി, അത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് അവിടെ കിടക്കട്ടെ. നമുക്ക് ഇനി ഒരു ഇക്വേഷൻ ഇതുപോലെ വേണം, എന്നാലേ എയുടെയും ബിയുടെയും വാല്യൂ കാണാൻ പറ്റുള്ളൂ. ആ വാല്യൂ കാണുന്നതിന് വേണ്ടി സിൻസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 10, അവിടെ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് എന്നുള്ള ഇക്വേഷൻ എഴുതണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 10. ഓക്കെ, അപ്പോൾ 10 മൈനസ് എഫ് എക്സ് ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 10. ഏതാണ് എഴുതേണ്ടത്? 10ൽ കുറയുമ്പോൾ, എക്സിന്റെ വാല്യൂ 10ൽ കുറയുമ്പോൾ, എക്സിന്റെ വാല്യൂ 10ൽ കുറയുമ്പോൾ സെക്കൻഡ് കേസ് ആണ് എ എക്സ് പ്ലസ് ബി അല്ലെ? എക്സിന്റെ വാല്യൂ 10ൽ കുറഞ്ഞു നിൽക്കുമ്പോൾ ഉള്ള കേസ് എ എക്സ് പ്ലസ് ബി ആണ്. അപ്പം നമുക്ക് അവിടെ എ എക്സ് പ്ലസ് ബി എഴുതാം. എ എക്സ് പ്ലസ് ബി, അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എഫ് എക്സ്, ആ പ്ലസ് മാറ്റിയിട്ട് എഫ് എക്സ് എഴുതുക. എക്സിന്റെ വാല്യൂ 10ൽ കൂടുമ്പോഴുള്ള വാല്യൂ ഏതാണ് ഫംഗ്ഷനിൽ പറയുന്നത്? എക്സിന്റെ വാല്യൂ 10ൽ കൂടുമ്പോഴാണ് 21. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 21.
അപ്പം ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 10ax പ്ലസ് ബി, ആ എക്സിന് പകരം എന്ത് കൊടുക്കാം? 10 കൊടുക്കാം. അപ്പൊ 10a പ്ലസ് ബി വരും. 10a പ്ലസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്റ്റെൻസ് ടു 10 21, പ്ലസ് 21 മാത്രമേ ഉള്ളൂ. 10a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 21, രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയതാണ് 2a പ്ലസ് ബി അല്ലെ. 2a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 5 എന്ന ഇക്വേഷൻ ആണ് ആദ്യം കിട്ടിയത്. അപ്പോൾ 2a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 5, 10a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 21. അപ്പോൾ ഇതിനെ ഒന്ന് മൈനസ് ചെയ്താൽ മതിയല്ലോ. മൈനസ് ചെയ്യുമ്പോൾ ബി അങ്ങ് പോകും. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2a മൈനസ് 10a എന്ന് പറഞ്ഞാൽ മൈനസ് 8a, 5 മൈനസ് 21 എന്ന് പറഞ്ഞാൽ മൈനസ് 16. അപ്പോൾ എയുടെ വാല്യൂ എന്ത് വന്നു? a is equal to minus 16 by minus 8 which is equal to 2. എയുടെ വാല്യൂ 2 വന്നാൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കാം. 2a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 5 ആയിരുന്നു. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് 2 ആണ് വന്നത്. 4 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 5, ബി ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എയുടെ വാല്യൂ 2 കിട്ടി, ബിയുടെ വാല്യൂ 1 കിട്ടി. എക്സസൈസ് 5.1ലെ ലാസ്റ്റ് ഉള്ള 3 ക്വസ്റ്റ്യൻസ് ആണിവ. ഇത് 3 തന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് കണ്ടിന്യൂസ്, നമ്മൾ ഇതൊരു തിയറം പഠിച്ചിരുന്നു. എഫ് ഓഫ് ജി, എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് ജിയും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഒരു സൈൻ എക്സ് സ്ക്വയർ എന്ന എക്സാമ്പിൾ എഴുതി. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. കോസ് എക്സ് സ്ക്വയർ, രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ലെറ്റ് ജി എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് എന്നും അതുപോലെ എച്ച് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നും. അപ്പോൾ ജി എക്സ് കോസ് എക്സ് ആണ്. ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ സിൻസ് വി ക്യാൻ റൈറ്റ് ദ ഗ്രാഫ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ എഴുതിയായിരുന്നു. സൈൻ എക്സിന്റെ കാര്യം എഴുതി. അതുപോലെ തന്നെ കോസ് എക്സിനകത്ത് എഴുതാം. അതുപോലെ എച്ച് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ സിൻസ് ഇറ്റ് ഇസ് എ പോളിനോമിയൽ. അപ്പോൾ ഇതിന്റെ കോമ്പോസിഷൻ ദറ്റ് ഈസ് ജി ഓഫ് എച്ച് എന്താണ് വരുന്നത്? കോസ് എക്സ് സ്ക്വയർ ആണ് വരുന്നത്. അപ്പം ഇതിന്റെ കോമ്പോസിഷനും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. രണ്ട് ഫംഗ്ഷൻ ജിയും എച്ചും കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് ഇതിന്റെ കോമ്പോസിഷനും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് കോസ് എക്സ് സ്ക്വയറും കണ്ടിന്യൂസ് ആയി കിട്ടി. അപ്പൊ ആ രീതിയിൽ ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതുക. അപ്പൊ എഫ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. അത് നമുക്ക് ജി എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സ് എടുക്കാം. എച്ച് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് എടുക്കാം. അപ്പൊ ജി ഓഫ് എച്ച് എന്ന് പറയുമ്പം മോഡ് കോസ് എക്സ് ആയിട്ട് വന്നോളൂ. ഇത് പ്രത്യേകം കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ഇതേപോലെ തന്നെ മെത്തേഡ് ഇതേപോലെ തന്നെ ജി ഓഫ് എച്ചും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് മോഡ് കോസ് എക്സ് കണ്ടിന്യൂസ് ആയി. ഇവിടെ നമ്മൾ ജി എക്സ് ആയിട്ട് എടുക്കേണ്ടത് സൈൻ എക്സ് ആണ്. അതുപോലെ എച്ച് എക്സ് ആയിട്ട് എടുക്കേണ്ടത് മോഡ് എക്സ്. അപ്പൊ ഇതിന്റെ കോമ്പോസിഷൻ എടുക്കുമ്പോൾ നമുക്ക് സൈൻ ഓഫ് മോഡ് എക്സ് വരും. സൈൻ മോഡ് എക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. 1ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, find all the points of discontinuity of f defined by fx is equal to mod x minus mod x plus 1. അപ്പൊ ഇവിടെയും നമുക്ക് രണ്ട് ഫംഗ്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് എക്സും ജി എക്സ് എന്ന് പറയുന്നത്, എഫ് എക്സ് ഇവിടെ ഓൾറെഡി പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജി എക്സും എച്ച് എക്സും ആയിട്ട് എടുക്കാം. ജി എക്സ് പ്ലസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്താണ്, ഇത് രണ്ടും കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആകുമ്പോൾ അതിന്റെ സബ്ട്രാക്ഷൻ ഡിഫറൻസും എന്തായിരിക്കും? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. അതും അങ്ങനെ ഈ മോഡ് എക്സ് മൈനസ് എക്സ് പ്ലസ് 1 മോഡ് എക്സ് പ്ലസ് 1 കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതാം. ഫൈൻഡ് ഓൾ ദ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് ചോദിക്കുന്നത്. ദർ ഇസ് നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ദിസ് ഫംഗ്ഷൻ.